കൊച്ചി നഗരത്തിൽ അച്ചടക്കത്തോടെയുള്ള പാർക്കിംഗ് സംവിധാനം ഉറപ്പുവരുത്താൻ പാർക്ക് കൊച്ചി പദ്ധതിയിലൂടെ സാധിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ കൊച്ചിയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി നടപ്പിലാക്കിയ പാർക്ക് കൊച്ചി സ്മാർട്ട് പാർക്കിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ്, കൊച്ചിൻ കോർപ്പറേഷൻ, കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി, കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്, കൊച്ചി മെട്രോ ട്രാൻസ്പോർട്ട് അതോറിറ്റി, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ, GCDA എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊച്ചിയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായുള്ള പാർക്ക് കൊച്ചി സ്മാർട്ട് പാർക്കിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർവഹിച്ചു. പാർക്കിംഗ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് നഗരം വളരുമ്പോൾ പാർക്കിംഗ് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ കഴിയുന്നതും ഈ ലിഫ്റ്റ് പാർക്കിംഗ് പോലുള്ള സംവിധാനങ്ങളിലേക്ക് പോകാൻ കോർപ്പറേഷനും അതുപോലെ പുതിയ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ അവരും അതൊരു കോൺക്രീറ്റ് ബിൽഡിങ്ങിനെ പാർക്കിംഗ് ആക്കുന്നതിനേക്കാൾ ലിഫ്റ്റ് പാർക്കിംഗ് പോലുള്ള സംവിധാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. അതെല്ലാം ഈ ഒരു സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് സോഫ്റ്റ്വെയർ ഒരു തുടക്കമാണ്. ഇനിയും ഇതിനെ തുടർന്നുള്ള മറ്റു കാര്യങ്ങൾ നടക്കും. കൊച്ചി നഗരത്തിൽ അച്ചടക്കത്തോടെയുള്ള പാർക്കിംഗ് സംവിധാനം ഉറപ്പുവരുത്താൻ പാർക്ക് കൊച്ചി പദ്ധതിയിലൂടെ സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നഗരം വളരുമ്പോൾ പാർക്കിംഗ് പ്രശ്നങ്ങളും വർദ്ധിക്കും. അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പദ്ധതിയിലൂടെ സാധിക്കും. ഇത് ഒരു തുടക്കം മാത്രമാണ്. പദ്ധതിയുടെ ഭാഗമായുള്ള മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ പാർക്കിംഗ് സ്ഥിതിവിവരങ്ങൾ, പാർക്കിംഗ് ലോട്ടുകൾ എന്നിവ അറിയാനും സ്മാർട്ട് പേയ്മെന്റ് സംവിധാനം ഉപയോഗിച്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പാർക്കിംഗ് ലോട്ടുകൾ സ്വകാര്യമായും പ്രവർത്തിക്കാം. അതേസമയം എത്ര ദിവസം വാഹനം പാർക്ക് ചെയ്തോ അത്രയും ദിവസത്തെ പാർക്കിംഗ് ഫീസ് ഫൈനിനൊപ്പം അടയ്ക്കേണ്ടി വരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൊച്ചി നഗരത്തിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ്, കൊച്ചി കോർപ്പറേഷൻ, കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി, കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്, കൊച്ചി മെട്രോ ട്രാൻസ്പോർട്ട് അതോറിറ്റി, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ, GCDA എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സ്മാർട്ട് പാർക്കിംഗ് മാനേജ്മെന്റ് സിസ്റ്റം നടപ്പാക്കുന്നത്. 4.81 കോടി രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. പാർക്ക് കൊച്ചി മൊബൈൽ ആപ്പ് വഴി പാർക്കിംഗ് സ്ഥലങ്ങളുടെ വിവരങ്ങൾ, തെരഞ്ഞെടുത്ത സ്ഥലത്ത് പാർക്ക് ചെയ്യാനുള്ള ഇടങ്ങളുടെ എണ്ണം എന്നിവ ഉൾപ്പെടെ അറിയാനാകും. വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലം, കാറിന്റെ നമ്പർ, സമയം എന്നിവ നൽകി ബുക്ക് ചെയ്യണം. ഒപ്പം പണവും അടക്കാവുന്നതാണ്. പാർക്കിംഗ് സ്ഥലത്തെത്തി ടിക്കറ്റിംഗ് മെഷീൻ വഴി പണമടച്ചും പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. CSML കൺട്രോൾ റൂമിൽ നടന്ന ചടങ്ങിൽ മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. MP മാരായ ഹൈബി ഈഡൻ, ഹാരിസ് ബീരാൻ, MLA TJ വിനോദ്, ജലഗതാഗത വകുപ്പ് ഡയറക്ടർ ഷാജി V. നായർ, GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.